ഈമാനുണ്ട് എന്നറിയിക്കുന്ന അടയാളമാണ് ദാനധർമ്മം ചെയ്യുന്നത്. പിഷ്കന്മാർക്ക് അത് കിട്ടൂല. ദാനധർമ്മം ചെയ്യുന്നത് ഈമാനിന്റെ ലക്ഷണമാണ്, ഈമാന്റെ അടയാളമാണ്. സ്വതക്ക എന്നത് നിങ്ങളുടെ ഈമാനിന്റെ ബുർഹാനാണ്, നിങ്ങളുടെ ഈമാനിന്റെ പ്രൂഫാണ് സ്വതക്ക. ഈമാന്റെ പ്രൂഫ് ഉണ്ടോ? പ്രൂഫ് എവിടെ ചോദിക്കൂലേ? സ്വതക്കയാണ് അതിന്റെ പ്രൂഫ്. നിങ്ങൾ സ്വതക്ക ചെയ്യുന്നവരാണോ? അല്ലാത്തവർക്ക് പിടുത്തം വരും, കൊടുക്കാൻ തോന്നൂല. ഞാൻ എൻ്റെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടല്ലേ കൊടുക്കേണ്ടതുള്ളൂ എന്നൊക്കെ വെറുതെ തോന്നും. കുട്ടികളെ മുഴുവൻ ആവശ്യങ്ങൾ തീർന്നിട്ട് വല്ലതും ലോകത്ത് ചെയ്യാൻ പറ്റുമോ? ഇത്രയെല്ലാം ആവശ്യങ്ങളുണ്ട് മനുഷ്യന്. അൺലിമിറ്റഡ് ബോൺസാണ് മനുഷ്യന്റെ ആവശ്യങ്ങൾ, അൺലിമിറ്റഡ് ആണ്. കൊമേഴ്സ് ഒക്കെ പഠിക്കുന്നില്ല, അൺലിമിറ്റഡ് ബോൺസ്. മനുഷ്യന്റെ ഡിമാൻഡുകൾ അൺലിമിറ്റഡ് ആണ്. പക്ഷെ അതിനിടയിൽ നമുക്ക് ദാനധർമ്മം ചെയ്യാൻ പറ്റണം. വസ്സദഖത്തു ബുർഹാൻ, ദാനധർമ്മം ചെയ്യണം എന്നാ പറഞ്ഞത്. സന്തോഷം കിട്ടുന്ന വലിയൊരു കാര്യമാണ് ദാനധർമ്മം. ഒരു മനുഷ്യന് വെറുതെ എന്തെങ്കിലും കൊടുക്കുക, അത് ഭയങ്കരമായ സന്തോഷം കിട്ടുന്ന കാര്യമാണ്. അത് അനുഭവിച്ചറിയണം. നമ്മൾ വാങ്ങിക്കൽ, നമ്മൾ ഏറ്റവും നമ്മൾ കൊടുക്കാൻ, നമ്മൾ മറ്റുള്ളവർക്ക് സന്തോഷം പകർന്നു കൊടുക്കുക, അതുകൊണ്ട് കിട്ടുന്നൊരു സന്തോഷമുണ്ട്, വല്ലാത്ത സന്തോഷമാണ്. വസ്സദഖത്തു ബുർഹാൻ, അത് ഈമാനിന്റെ അടയാളമാണെന്ന് റസൂലുള്ളാഹി. ഈമാനുണ്ട് എന്നറിയിക്കുന്ന അടയാളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നീ തടയപ്പെട്ടിരിക്കുന്നു. ഇബ്ലീസിനോട് പറയുന്നത്, നീ തടയപ്പെട്ടിരിക്കുന്നു. ഈ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ മനുഷ്യന്റെ കാര്യത്തിൽ നിനക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യനുള്ള സംരക്ഷണം അല്ലാഹു മലക്കുകളെ ഏൽപ്പിച്ചു കഴിഞ്ഞു, അള്ള ഏറ്റെടുത്തു കഴിഞ്ഞു. രാവിലെ കച്ചവടത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഇത് പറഞ്ഞിട്ട് പോകുന്ന നിന്റെ ഉത്തരവാദിത്തം അള്ള ഏറ്റെടുത്തു, മലക്കുകളുടെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞു. അള്ളാഹുവിന്റെ സൈന്യത്തിന്റെ കയ്യിൽ അള്ളാഹു ഏൽപ്പിച്ചു. അള്ളാഹുവിന്റെ സൈന്യമാണ് മലക്കുകൾ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, മോനെ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞ് സ്വർഗം കണ്ട് മരിക്കണം മോനെ. മോനെ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം സ്വർഗത്തിന്റെ ചിത്രം കണ്ട് നെറ്റിത്തടം വിയർത്ത് മൂക്കിന്റെ ദ്വാരം വികസിച്ച് മുഖം പ്രകാശിക്കുന്ന രീതിയിൽ മോനെ, നിനക്കൊരു നല്ല മരണം വേണോ? അതോ മുഖം കറുത്ത് കണ്ണ് തെള്ളി വായിലൂടെ പതയും വരയും ഒലിപ്പിച്ച് മുഖമൊക്കെ കറുത്ത് മലമൂത്ര വിസർജനം നടത്തിയിട്ട് ചാകണോടാ മോനെ? മോനെ, എഴുന്നേക്കടാ. വൽ ആഖിബത്തു ലിത്തഖ്വ, നിസ്കരിച്ച അല്ലാഹു നല്ല മരണത്തിന്. ഇത് പറഞ്ഞ എഴുന്നേക്കാത്ത മോനാണോ? ഉറങ്ങിക്കിടക്കുന്ന നിസ്കരിക്കാൻ പറഞ്ഞിട്ട് എഴുന്നേക്കാത്തവന്റെ അടുക്ക പോയിട്ട് പറയണം, എടാ, ചാകുമ്പോ ഈമാനോടുകൂടി മരിക്കണോ അതോ ഈമാനില്ലാതെ ചത്തുപോകണോ? എഴുന്നേറ്റ് നിസ്കരിച്ച അമൃതങ്ങൾ ചോദിക്കും.